ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റിധ എഴുതിയിരിക്കുന്നൊരു ഇമെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് റിധ. യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ 27 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമാകുന്നു. എനിക്ക് 23ാമത്തെ വയസ്സിൽ ഒരബദ്ധം പറ്റി മാഡം. ഞാനും ഒരാളും കൂടി ഒളിച്ചോടിപ്പോയി. എൻ്റെ കൂടെ സീനിയറായി പഠിച്ച ആളായിരുന്നു. വീട്ടുകാരോട് ഞാൻ പറഞ്ഞതാണ്. അവർക്ക് വലിയ എതിർപ്പായിരുന്നു. 2 വ്യത്യസ്ത മതമായിരുന്നു. അതുകൊണ്ട് 2 വീട്ടുകാർ സമ്മതിച്ചില്ല. ഞങ്ങൾ 2 പേരും കൂടി സ്വന്തം ഇഷ്ടത്തിന് പോയി ബാംഗ്ലൂരിൽ താമസിച്ചു. വിവാഹം നിയമപരമായിട്ടൊന്നും രജിസ്റ്റർ ചെയ്തില്ല. എങ്കിലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നാണ് നാട്ടിലറിഞ്ഞത്. പക്ഷേ ആ കല്യാണമെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടിയും ആ ഒരു ബന്ധം ഏകദേശം 1.5 വർഷം മാത്രമേ നിലനിന്നുള്ളൂ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും നാൾ ഞാൻ പ്രേമിച്ച ആൾ വേറെ തരക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായത്. ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയും ഞാൻ തമ്മിൽ ഒട്ടും ചേർന്ന് പോകുന്നില്ല. ആദ്യത്തെ ഒരു 2-3 മാസമേ ഞങ്ങൾ തമ്മിൽ ശരിക്കും സ്നേഹത്തോടു കൂടി ജീവിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായി. സാമ്പത്തികം, മതം, ഈഗോ, അങ്ങനെ പലതും പ്രശ്നമായി. ഇനി തുടരാൻ പറ്റില്ല. എന്തായാലും ഭാഗ്യത്തിന് വിവാഹം രജിസ്റ്റർ ചെയ്തില്ല. ഞാൻ വീട്ടിൽ വിളിച്ച് എൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മ ഇനി വിളിക്കാത്ത തെറിയൊന്നുമില്ല. എന്നോട് പറഞ്ഞു, നീ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നതുപോലെ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് പറഞ്ഞു. ഞാൻ സത്യം ചെയ്തു. അങ്ങനെ അയാൾ അറിയാതെ ഒരു ദിവസം ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറി എൻ്റെ വീട്ടിൽ വരികയായിരുന്നു. മതത്തിൻ്റെയും ജാതിയുടെയും പ്രശ്നമായതുകൊണ്ട് വീട്ടിൽ എല്ലാവർക്കും നാട്ടുകാരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞ ശേഷം എന്നെ ഒരു ലേഡീസ് ഹോസ്റ്റലിലാക്കി ടൗണിൽ. അവിടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാൻ പറഞ്ഞു. ഞാനങ്ങനെ അവിടെ നിന്നുകൊണ്ട് ജോലിക്ക് അന്വേഷിച്ച് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ചെറിയൊരു ജോലിയും കിട്ടി. വീട്ടുകാർ എനിക്ക് പണം തരുന്നുണ്ടായിരുന്നു. എനിക്ക് ചെറിയ ശമ്പളം മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ വീട്ടുകാരും തന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ജീവിതം ഓക്കെയായി. പിന്നീടാണ് എനിക്ക് ഓരോ വിവാഹാലോചനകൾ ആലോചിക്കാൻ തുടങ്ങിയത്. പക്ഷേ നാട്ടുകാർ എല്ലാം മുടക്കും. എൻ്റെ യഥാർത്ഥ ഹിസ്റ്ററി അവർക്കറിയാമല്ലോ. ഞാൻ ഇതിലും വലിയ തെറ്റുകളൊന്നും ഇനി ചെയ്യാനില്ല എന്ന മട്ടിലായിരുന്നു. അങ്ങനെ കുറേ ചെക്കന്മാർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുങ്ങിക്കെട്ടിപ്പോയി നിന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അലസിപ്പോവുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോഴത്തെ ആലോചന വന്നത്. ഭർത്താവിന് വയസ്സ് 34. നേരത്തെ ഒരു കല്യാണം കഴിച്ചതാണ്. അതും പ്രേമിച്ച് 2 വർഷം ആ സ്ത്രീയോടെ ജീവിച്ചു. അത് കഴിഞ്ഞ ശേഷം വഴക്കോ വക്കാണോ ഉണ്ടാക്കി അവർ വേറെ ഒരുത്തിന് കൂടെ പോയി. പിന്നെ വിവാഹമോചനം നേടി. അതൊക്കെ കഴിഞ്ഞ് പുള്ളി സ്വസ്ഥമായി നിൽക്കുന്ന സമയത്താണ് പിന്നെയും വിവാഹാലോചനകൾക്ക് ഇറങ്ങിയത്. അദ്ദേഹം പിന്നീട് കണ്ട 3ാമത്തെ പെണ്ണാണ് ഞാൻ. എന്നോട് സംസാരിച്ചു. ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഒളിച്ചോടിപ്പോയതും താമസിച്ചതും പിന്നെ അവിടെ പൊരുത്തക്കേടുകളുണ്ടായി തിരിച്ചു വന്നതും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു, തനിക്കും ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എനിക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ ആദ്യത്തെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നല്ല 6 പാക്കുള്ള വെളുത്ത് തൊടുത്ത് സുന്ദരനായ ആണത്തത്തിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ആവോളം അനുഭവിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ്. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ ഒരു ആവറേജ് മനുഷ്യനാണ്. അത്രയേ ഉള്ളൂ. വലിയ രീതിയിലുള്ള ഫീച്ചേഴ്സൊന്നും ഞാൻ കണ്ടില്ല. അല്ലെങ്കിലും ഫീച്ചർ തേടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. വലിയ ഫീച്ചർ കിട്ടിയിട്ട് എൻ്റെ കാര്യം. അവസാനം ഫീച്ചറൊന്നുമില്ലാതെ വെറും ഫീച്ചർ ഫിലിം പോലെ ഞാനിപ്പോൾ വീട്ടിലിരിക്കല്ലേ. അതുകൊണ്ട് ശരി, ആവറേജ് ആണെങ്കിലും ഈ പുള്ളി മതി എന്ന് തീരുമാനിച്ചു. പുള്ളിയുടെ കൂടെയുള്ള കല്യാണത്തിൽ വലുതായിട്ട് മോഹിക്കാനൊന്നുമില്ലെന്ന് എനിക്കറിയാമായിരുന്നു. മനസ്സമാധാനം മാത്രം മതി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മായിയമ്മയും അനിയനുമാണുള്ളത്. അനിയൻ വിവാഹിതനല്ല, എൻ്റെ സെയിം ഏജാണ്. എന്തായാലും വിവാഹം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടായി. കാരണം ഭർത്താവ് ഒരു പാവം. പിന്നെ വീട്ടിലുള്ളവരാണെങ്കിലും നല്ല സ്നേഹമുള്ളവരാണ്. ഞങ്ങൾ 4 പേരും, അതായത് അമ്മായിയമ്മയും അനിയനും ഭർത്താവും ഞാനും സുഹൃത്തുക്കളെ പോലെയായിരുന്നു. അവിടെ വേറൊരു പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പ്രശ്നം മാത്രം. കാരണം ഹസ്ബൻഡ് തൊട്ടാൽ പൊട്ടും, ഇംഗ്ലീഷ് മുട്ട എന്നുള്ള രീതിയിലായിരുന്നു. കാരണം എന്നെ കാണുമ്പോൾ തന്നെ അദ്ദേഹം വേറൊരു ലോകത്തേക്ക് അങ്ങ് പോകും. 1 മിനിറ്റ് പോലും സമയം അദ്ദേഹത്തിന് ഇല്ല മാഡം. കാണുമ്പോൾ തന്നെ എല്ലാം മതിയാകുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ എനിക്ക് വേണ്ടി പിന്നീട് 1-2 മണിക്കൂർ അദ്ദേഹം ചെലവഴിക്കും. എന്നോട് പറയും, മറ്റു രീതികളിൽ കൂടി ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം. പണ്ടേ എനിക്കിങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യ വേറൊരുത്തരുമായിട്ട് പ്രേമിച്ച് ഒളിച്ചോടിപ്പോയെന്നല്ലേ? യഥാർത്ഥത്തിൽ ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ സമ്മതിച്ചു.
ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ഡോക്ടറെ കാണുമെന്ന്. പുള്ളി പറഞ്ഞു 1-2 ഡോക്ടർമാരെ കണ്ടിരുന്നു. ആദ്യത്തെ വിവാഹബന്ധത്തിൽ അത് ഉപകരിച്ചില്ല, അതുകൊണ്ടാണ് അവൾ പോയതെന്ന്. നീ ഇപ്പോൾ പറഞ്ഞത് കറക്റ്റാണ്. 3 ഡോക്ടർമാരെ ഞാൻ കണ്ടു, 3 പേരും മരുന്നും തന്നു. പക്ഷേ എൻ്റെ കാര്യത്തിൽ അതൊന്നും ഗുണം ചെയ്തില്ല. മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ വരെ കണ്ടു. ഇനിയിപ്പം എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞു. കഷ്ടം, അദ്ദേഹത്തിൻ്റെ സ്ഥിതി ദയനീയം തന്നെ. എൻ്റെ കാര്യം പിന്നെയും ഓക്കെയാണ്. എങ്കിലും മാഡം, യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളിൽ വട്ടം കൂട്ടാത്തതുകൊണ്ട് എനിക്കും അതിൻ്റേതായ ചില കുഴപ്പങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. ആഴത്തിലുള്ള ഖനനം ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ധാതുസമ്പുഷ്ടമായ ഒന്നും അവിടെ ഇല്ല. പിന്നെങ്ങനെയാണ് ഖനനം നടക്കുക? അങ്ങനെ ഞങ്ങൾ എറണാകുളത്തുള്ള വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഇതിൽ കുറച്ച് സ്കാനിങ്ങും മറ്റൊക്കെ ചെയ്യാനുണ്ട്, മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ എന്ന് പറഞ്ഞ് അവിടെ കുറച്ച് ടെസ്റ്റുകളും പിന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം മരുന്നും കൊടുത്തു. പിന്നീട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞു ജന്മപരമായി പുള്ളിക്ക് ചില തകരാറുകളുണ്ട്, അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് നേരെയാക്കി എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ വലിയ രീതിയിൽ പ്രതീക്ഷയൊന്നും വേണ്ട, എങ്കിലും നിങ്ങൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് സ്ത്രീയാണെന്ന് മനസ്സിലാക്കുന്നെന്ന് പറഞ്ഞു. ഞാനും തലയാട്ടി. ഭർത്താവ് അന്നാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിനുള്ള കുഴപ്പം അത് ജനിച്ചപ്പോഴേ ഉണ്ടായ ചില സാങ്കേതിക തകരാറാണെന്ന്. അപ്പോൾ പിന്നെ പുള്ളിക്ക് അതീവ ദുഃഖമായി. ഞാൻ പറഞ്ഞു അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, എന്തായാലും നിങ്ങളെ വിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് രണ്ടുപേർക്കൂടെ ഒന്നിച്ച് കഴിയാം. അതിനെപ്പറ്റി നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട. ഒന്നിൽ വീണ് അബദ്ധം പറ്റിയുള്ളതാണ് ഞാൻ. എനിക്ക് ടൈമും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ പോയിട്ട് എന്തൊരു അബദ്ധമാണ് പറ്റിയെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ വാശി പിടിക്കില്ല, എന്നും നിങ്ങളുടെ കൂടെ കാണും എന്ന് പറഞ്ഞ് ഞാൻ ഭർത്താവിനെ ചേർത്ത് നിർത്തി. അതുകൊണ്ട് പിന്നീട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മാഡം, ഒരു ദിവസം ഞാൻ എൻ്റെ വസ്ത്രങ്ങളെല്ലാം ഇട്ട് ബാസ്ക്കറ്റിൽ നിന്ന് എല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിലേക്ക് ഇടുകയായിരുന്നു. അപ്പോൾ ഫ്രഷായിട്ട് എന്തോ അതിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അമ്മായിമ്മയും അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇത് ഇന്നലെ ഞാൻ ബാസ്ക്കറ്റിലിട്ടതാണ്, ഇതിലെങ്ങനെയാണ് ഫ്രഷായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരിക എന്നോർത്ത് ഞാൻ അന്തിച്ച് നിന്നു. ഞാൻ നോക്കി ഇനി വല്ല ജീവികൾ മറ്റോ കാഷ്ടിച്ചതോ മറ്റോ ആണോ എന്ന്. പക്ഷേ അങ്ങനെയൊന്നും വല്ലെന്ന് കണ്ടാൽ മനസ്സിലാകുമല്ലോ. ഞാൻ ഒന്നുകൂടി സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അമ്മായിമ്മേൻ്റെ അടുത്ത് വന്നിട്ട് എന്താ മോളെ നീ തുണിയിൽ നോക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു എന്തോ ഇതിൽ വീണിട്ടുണ്ട് അമ്മയെന്ന്. അമ്മയപ്പോൾ അതിങ്ങനെ നിർത്ത് നോക്കി. അത് കഴിഞ്ഞ ശേഷം അമ്മ അർത്ഥം വെച്ച് ചിരിച്ചു. ഇത് എന്തോ വീണതല്ല, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചില കാര്യങ്ങൾ വീണതല്ലേ മോളെ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് നുള്ളി. ഞാൻ പറഞ്ഞു അമ്മേ ഇന്നലെ അങ്ങനൊന്നുമില്ല, ഞാനിവിടെ ഡ്രൈ ആയിട്ട് കൊണ്ടിട്ട സാധനമാണ്, അതിലെങ്ങനെയാണ് ഇത് വന്നതെന്നോർത്താണ്. എന്തെങ്കിലും ജീവികളായിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു ജീവികളൊന്നുമല്ല, ഇത് കണ്ടാൽ എനിക്ക് നിനക്ക് മനസ്സിലാകില്ലേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അമ്മായിയമ്മ പെട്ടെന്ന് നെഞ്ചത്ത് കൈവച്ചു. അയ്യോ, ഞാൻ ചോദിച്ചു എന്താ അമ്മയെന്ന്. ഒന്നുമില്ലെന്ന് പറഞ്ഞ് അമ്മായിമ്മ അവിടുന്ന് പെട്ടെന്നങ്ങ് പോയി. എനിക്കപ്പോൾ എന്തോ ഒരു സംശയം തോന്നി. ഞാൻ അമ്മായിമ്മയുടെ പുറകെ ചെന്നു. അപ്പോൾ അമ്മായിമ്മ ഒന്നുമില്ല മോളെ, ഞാൻ വെറുതെ എങ്ങി പോകുന്നതാണ്, അടുപ്പത്ത് എന്തോ ഒന്ന് തിളയ്ക്കുന്നുണ്ട് അതോർത്ത് വന്നതാണെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും തിളയ്ക്കുന്നില്ലല്ലോ, അടുപ്പിലൊന്നും വെച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അമ്മായിമ്മ ഒന്നും മിണ്ടിയില്ല. എന്താ അമ്മേ, അമ്മ പറ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു എടി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ മോള് തെറ്റിദ്ധരിക്കരുത്, എൻ്റെ ഇളയ മകൻ കാണിച്ച പണിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ അടുത്ത കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഞാനും ഇതുപോലെ അന്തിച്ച് നിന്നു. അത് കഴിഞ്ഞ ശേഷം അവനാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ അവനെ തെറി വിളിച്ചു. അത് കഴിഞ്ഞ ശേഷം പിന്നീട് ഒരു പ്രശ്നവുമില്ലായിരുന്നു. അവൻ എല്ലാം നിർത്തിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ എടുത്തോണ്ട് പോയിട്ട് എന്തൊക്കെയോ വിക്രയകൾ കാണിക്കുന്നുണ്ട് മോളെ. എൻ്റെ പൊന്നു മോളല്ലേ, നിൻ്റെ ഭർത്താവിനോട് പറയല്ലേ. അവനും അനിയനും കൂടെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം കുളമാകും. അതൊന്നും ഓർത്ത് അമ്മ പേടിക്കണ്ട. ഈ വീട്ടിലെ കാര്യമൊന്നും ഞാൻ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. പക്ഷേ ഇങ്ങനൊരു കാര്യം നേരത്തെ അമ്മയ്ക്കറിയാമെങ്കിൽ അമ്മയുടെ മകനെ എന്തുകൊണ്ടമ്മ അടക്കി നിർത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയാണ് എടി ശരിക്കും അവൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ്. എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയുമായിട്ട് എൻ്റെ ഭർത്താവിന് നല്ല ബന്ധമുണ്ടായിരുന്നു. ഞാൻ കണ്ടുപിടിച്ചു. ഒത്തിരി വട്ടം വഴക്കുണ്ടായതാണ്. എന്നാലും അയാൾ ചാവുന്നത് വരെ ഒളിച്ചും പാത്തുമാണെങ്കിലും ഒന്ന് പോകുമായിരുന്നു. ചില ആണുങ്ങൾ അങ്ങനെ കട്ട് തിന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്, പിന്നെയും പിന്നെയും കട്ട് തിന്നാൻ തോന്നും. ഞാൻ
പറഞ്ഞു, അമ്മയുടെ മോനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കരുതോ? ഇത്രയും വയസ്സായല്ലോ. ഇപ്പോഴത്തെ കാലത്ത് നല്ല ജോലിയും കൂലിയൊന്നുമില്ല നടക്കുന്നത്. ഇവനെ ആർക്കിഷ്ടപ്പെടാനാണ്? കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അവർ പിന്മാറും. ജോലിയില്ലെന്ന് പറഞ്ഞ് ഒത്തിരി പെണ്ണുങ്ങളെ പോയി കണ്ടതല്ലേ, അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടോ നടക്കുന്നില്ല. നല്ലൊരു ബന്ധം ഒത്തുവരുമ്പോഴേക്കും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സഹകരിക്കുന്നൊരു പെണ്ണാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകില്ല. ഇനി അതല്ല, വല്ല ശീലാവധികളും അവൻ്റെ കൂടെ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ കട്ടപ്പുകയാണ് കാര്യം. അമ്മ ഇതൊക്കെ വലിയ അഭിമാനത്തോടുകൂടി പറയുന്നു. ഇതൊക്കെ ഒരാണിന് ചേർന്ന പണിയാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എടി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. ഇപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനോട് ഞാൻ ഇങ്ങനെ കഴിഞ്ഞു. എന്താ, പിടിച്ചു നിൽക്കണം ദാമ്പത്യത്തിൽ. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഇല്ലായിരിക്കാം, അവർ പോകും. എന്തായാലും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ തന്നെ എൻ്റെ മോൻ്റെ വൃത്തികെട്ട സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു വരുത്താൻ പറ്റുമോ? അതുകൊണ്ട് തൽക്കാലം രഹസ്യമായിട്ട് സൂക്ഷിക്കാം. എന്തായാലും നിൻ്റെ അടുത്തേക്കൊന്നും ഓൻ വരില്ല. ഇങ്ങനെയൊക്കെയുള്ള കുസൃത്തരങ്ങൾ കാണിക്കുന്നേ ഉള്ളൂ. എൻ്റെ അടുത്ത് അങ്ങനെ വന്നിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒരു ദിവസം ഞാനത് കണ്ടുപിടിച്ചു. അപ്പം ഞാൻ വഴക്കൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പ്രശ്നമില്ലായിരുന്നു. ഇപ്പം നിന്നോടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുമാത്രമല്ലടി, രാവിലെ ചെക്കൻ്റെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കണി കാണുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നാളില്ലേ നല്ലൊരു അടി ഞാൻ അങ്ങോട്ട് പുറത്ത് വെച്ച് കൊടുത്തു. ഇങ്ങനെയാണോ കിടക്കുന്നതെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനടി, മനഃപൂർവ്വമായിരിക്കാം. പിന്നെ സൈക്കിളിൽ നിവർത്തിയുള്ളൂ. നല്ല ഒരു ചെക്കൻ, നല്ല ശരീരം, നിന്റെ ഭർത്താവിനേക്കാളൊക്കെ എത്ര സുന്ദരനാണ്. എൻ്റെ അമ്മയുടെ ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു. എന്തോ സുന്ദരനാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം മുഴുവനും കിട്ടിയിട്ടുള്ളത് അവനാണ് എന്ന് പറഞ്ഞു. അമ്മേ, ഇതൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്, ഒഴിവാക്കേണ്ടതാണ്. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂടി? നമുക്കങ്ങ് തുറന്ന് പറയാൻ പറ്റുമോ? ഒരു പരിധി വരെയല്ലേ പറയാൻ പറ്റൂ. ഞാൻ വഴക്ക് പറഞ്ഞതല്ലേ, നീ സൂക്ഷിച്ചും കൊണ്ടങ്ങ് നിന്നാൽ മതി. അതെടുത്തിട്ട് അങ്ങ് അലക്ക്, കുഴപ്പമില്ല. ഇപ്പം നിൻ്റെ ഭർത്താവിൻ്റെ ആണെങ്കിൽ നീ സഹിക്കില്ലേ? അത്രയേ ഉള്ളൂ, കാര്യമാക്കണ്ട. ഒരു കുടുംബത്തിൽ വന്ന് കയറി കഴിഞ്ഞാൽ അവിടെ പലതും നടക്കും. ഇതൊന്നൊരു പ്രശ്നമായിട്ട് നീ പറയരുത്. നമുക്ക് രണ്ടുപേർക്കൂടെ മാനേജ് ചെയ്യാം. ഇപ്പം നമ്മൾ തുറന്ന് സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞ് അമ്മായിമ്മ എന്നെ സമാധാനിപ്പിച്ചു. ഞാനതാരോടും പറയാൻ പോയില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ അടുക്കളപ്പുറത്തിരുന്ന് ആരോടോ സംസാരിക്കുന്നു. ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ അനിയത്തിയോടാണെന്ന് മനസ്സിലായി. കഥകളൊക്കെ പറയുവാണ്. എടി, ഈ ചെക്കൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചോ? എന്നോടാണെങ്കിൽ പ്രശ്നമില്ല, അതും അവളോട് വന്നു കയറിയ പെണ്ണല്ലയോ. പിന്നെ ഞാൻ അവളോടെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. അപ്പോൾ അപ്പുറത്തുനിന്ന് കുഞ്ഞമ്മ ചോദിച്ചു കാണും, അത് പറയണോ ചേച്ചിന്ന്? എന്ത് ചെയ്യാനാ, ഞാനങ്ങ് പറഞ്ഞടി. അല്ലാതെ ഇപ്പം എന്താ, അവൾ മനസ്സിലാക്കിയിരിക്കട്ടെ. രാവിലെ ചെല്ലുമ്പം എൻ്റെ പൊന്നുമോളെ ഇപ്പോഴും ആ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. ഒരു ദിവസം ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇതെന്താണ് ലൈറ്റ് ഹൗസ് ആണോ എന്ന്. എന്ത് ചെയ്യാനാ, ചെക്കനെങ്ങും വഷളായി വരികയാണ്. പിന്നെ അത് മാത്രമല്ലടി, എൻ്റെ ഭർത്താവിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഈ ചെറുക്കനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ഈ കാര്യത്തിലാണെന്ന് മാത്രം എന്ന് പറഞ്ഞ് അമ്മായിമ്മ ചിരിക്കുന്നു. അപ്പം ഇവർക്ക് ഇത് വലിയ കാര്യമൊന്നുമല്ല. ഒത്തിരി നാളായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. തുടർന്ന് അമ്മായിമ്മ പറയുകയാണ്, എടി, അതിന് പകരം എൻ്റെ മൂത്ത മോൻ മണവുമില്ല ഗുണവുമില്ല. പണ്ട് നീ ഓർക്കുന്നുണ്ടോ, അവൻ പ്രേമിച്ചു കൊണ്ടുവന്ന പെണ്ണ് അവസാനം പറഞ്ഞത്? എന്തിനാ തള്ളേ ഇങ്ങനൊരു പുരുഷന് ഈ കോവയ്ക്കായും കണ്ടുകൊണ്ട് എത്ര കാലം ഞാനിവിടെ കഴിയും എന്ന് പറഞ്ഞില്ലേ അവൾ പോയത്. പിന്നെ അവൾ പറയുകയും ചെയ്തു, നിങ്ങളുടെ മോൻ 2ാമത് കല്യാണം കഴിച്ചാലും ഒന്നും സക്സസ് ആകില്ലെന്ന്. എന്തായാലും 2ാമത് കല്യാണം നടന്നു. അവൾ ദേവനെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പാവം പെണ്ണ, അവൾക്ക് ഒരു വട്ടം പറ്റിയ അബദ്ധം കൊണ്ടാണ് ഇവൻ്റെ കൂടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പെണ്ണ് അവൻ്റെ കൂടെ നിൽക്കുമോ? എടി, ഞാൻ ഓർക്കുകയായിരുന്നു, ഇതൊക്കെ മാറ്റി മാറ്റി സ്വിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ ഞാനാണെങ്കിലേ എൻ്റെ മൂത്ത മകനങ്ങ് സപ്ലൈ ചെയ്തേനെ. അങ്ങനെയുള്ള എക്സ്ചേഞ്ച് ഒന്നും പറ്റത്തില്ലല്ലോടി, അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞ് അമ്മായിമ്മ ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുകയാണ്, എടി, എന്തായാലും ഞാൻ ഓർക്കുകയാണ്, ആവശ്യമുള്ളവനെ ഒന്നുമില്ല, ആവശ്യമില്ലാത്തവനോ എല്ലാം ഉണ്ട് താനും എന്ന് പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. ഞാൻ ബാക്കി കേൾക്കാതിങ്ങി പോകുന്നു. മുറിയിൽ വന്നപ്പോൾ മുതൽ എനിക്കാണെങ്കിൽ അമ്മായിമ്മയുടെ വർണ്ണനകളായിരുന്നു മനസ്സിൽ. 2 മക്കളെക്കുറിച്ചും അവർക്ക് വ്യക്തമായ ബോധമുണ്ട്. അവർ എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ അമ്മയല്ലേ, അമ്മയ്ക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ഞാൻ ഓർത്തു. എന്നാലും അനിയൻ ഇത്തിരി കടന്ന കയ്യാ. ഒരു പക്ഷേ ജോലിയൊന്നുമില്ല, ഇത്തിരി വിഴുപ്പനായി നടക്കുന്ന ഒരു സുന്ദര കുട്ടപ്പൻ. അവനീ പറഞ്ഞതുപോലെ ഫ്രസ്ട്രേഷൻ കാണുമായിരിക്കും. എന്നാലും അമ്മ പറഞ്ഞ ലൈറ്റ് ഹൗസ് എന്നുള്ള വാചകമിനെ ഒത്തിരി ആകർഷിച്ചു. ലൈറ്റ് ഹൗസ് ഒത്തിരി ഉയർന്നതും ദൂരെ നിന്നും കാണാവുന്നതുമല്ലേ? ആ സമയത്ത്
എനിക്കെന്തോ പ്രതീക്ഷകളുടെ നാമ്പുകൾ മുളപൊട്ടി വരികയായിരുന്നു. ഈ വീട്ടിൽ തന്നെ എനിക്ക് വേണ്ടതെന്തോ നിധികുംഭമായി ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി. പിന്നീട് അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേറൊരു കണ്ണുകൊണ്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങി. അമ്മായിമ്മ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ഭർത്താവിനേക്കാൾ 10,000 മടങ്ങ് നല്ല ഒത്തൊരു പുരുഷനാണവൻ, അതുറപ്പാണ്. രണ്ടുപേരും കണ്ടാൽ സഹോദരങ്ങളാണെന്ന് പോലും പറയില്ല, അത്രയ്ക്കും വ്യത്യാസമുണ്ട്. എൻ്റെ മനസ്സിൽ വല നെയ്യുകയായിരുന്നു മോഹങ്ങൾ. പക്ഷേ എനിക്ക് മനസ്സിലായി, ആദ്യം സംഭവിച്ചതുപോലെ തന്നെ ഞാൻ പിന്നെയും ഇവനെ കണ്ട് ചാടിപ്പോയി കഴിഞ്ഞാൽ ഈ ജീവിതം കുളമാകുമെന്നും. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം ഹസ്ബൻഡിനോട് പറഞ്ഞു. എൻ്റെ മനസ്സിൽ തോന്നിയ മോഹങ്ങളല്ല ഞാൻ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ നടന്നതും അമ്മ എന്നോട് പറഞ്ഞതുമെല്ലാം ഭർത്താവിനോട് ശീലാവതിയായി ഞാനങ്ങ് തുറന്നു പറഞ്ഞു. അമ്മയോടും അനിയനോടും വഴക്കുണ്ടാക്കില്ലെന്ന് സത്യം ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ കഥകളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ആ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, നിൻ്റെ നേരെ അവൻ വന്നെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അമ്മയുടെ കാര്യങ്ങൾ അമ്മ എന്നോട് ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ കഥകളൊക്കെ എനിക്കും അറിയാമല്ലോ, ഞാനും അതിൻ്റെ പേരിൽ കുറേയൊക്കെ സഹിച്ചിട്ടുണ്ട്. ഞാനെന്തായാലും വഴക്കുണ്ടാക്കാനൊന്നും പോകുന്നില്ല. പിന്നെ നീ ഈ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുകയായിരുന്നു, ഞാനെന്തിനാണ് നിന്നെ കയറ് കെട്ടിപ്പിടിച്ച് എന്നോട് അടുപ്പിച്ച് വെച്ചിരിക്കുന്നത്? അതിൻ്റെ കാര്യമില്ല. ഇനി അഥവാ അവൻ നിന്നോട് ഏതെങ്കിലും രീതിയിൽ അടുത്ത് പെരുമാറാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് സമ്മതിച്ചു കൊടുത്തു. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നീ എൻ്റെ കൂടെ നിൽക്കണം ലൈഫ് ലോങ്, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എത്ര മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് പോകുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞ് നിനക്കും ആഗ്രഹങ്ങളില്ലേ? ചേട്ടാ, അങ്ങനൊന്നും പറയരുത്. അത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥകളൊക്കെ തുറന്നു പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡ് എന്നെ സമാധാനിപ്പിച്ചു. അതൊക്കെ നമ്മുടെ സ്വകാര്യമായ കാര്യമായിട്ട് നീ കരുതിയാൽ മതി. ഇതിനൊന്നും വലിയ രീതിയിലുള്ള ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന് വന്നെങ്കിൽ വന്നോട്ടെ, എന്തായാലും ഞാനുള്ളപ്പോൾ അവന് വരില്ലല്ലോ. അല്ലാതെ എന്തെങ്കിലും മോഹമായി വരികയാണെങ്കിൽ നീ ഓക്കെ, ഒരു പ്രശ്നവുമില്ല. നമുക്ക് രണ്ടുപേർക്കും ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയിൽ ദീർഘകാലം കഴിയണം. അതല്ലാതെ ഈ കാര്യത്തിൽ നമ്മൾ വഴക്കുണ്ടാക്കരുത്. കാര്യം പണ്ടിങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ടാണ് എൻ്റെ ഭാര്യ പോയത്. നിനക്ക് വേണ്ടതെല്ലാം ഇവിടെ തന്നെ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു പ്രശ്നവുമില്ല. ഈ കഥ നീ എന്നോട് പറഞ്ഞത് നിനക്ക് ഒരു വലിയ വാതായനം തുറക്കാനുള്ള ഒരു സന്ദർഭമായി കരുതിയാൽ മതി. ഇത് നിനക്ക് കിട്ടിയ ഒരവസരമാണെന്ന് വിചാരിച്ചോളൂ. നീ കഥ എന്നോട് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ പൂർണ്ണ സമ്മതമുണ്ട്. ഒരു പ്രശ്നവുമില്ല. എന്തു വന്നാലും ഞാൻ കൂടെയുണ്ട്. അതുകൊണ്ട് നീ അതിനെ പറ്റിയിട്ടൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അവനെന്തായാലും സുന്ദരനായതുകൊണ്ട് നിനക്ക് അവനോട് വെറുപ്പില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അയ്യോ, ഒന്നും വേണ്ട ചേട്ടാ, ശരിയാവില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ നടന്നോട്ടെ. അവൻ വരികയാണെങ്കിൽ നീ കൂടുതൽ മസിൽ പിടിക്കണ്ട എന്നാണ് പറഞ്ഞത്. എന്തായാലും ഭർത്താവ് പറഞ്ഞല്ലോ, അവൻ എന്നോട് അടുക്കുന്നില്ല, താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. ഇനിയിപ്പോൾ ഭർത്താവ് അറിയാതെ തന്നെ അങ്ങോട്ട് ചൂണ്ടിടണം. അവൻ ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഇടയ്ക്ക് അവൻ്റെ മുറിയിൽ പോയി അവനോട് സംസാരിക്കും. ചില സമയത്ത് അവൻ ഉച്ച കഴിഞ്ഞ് അവിടെ കിടക്കുകയായിരിക്കും. ആ സമയത്ത് പോയിരുന്നിട്ട് ഞാൻ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മേത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ തട്ടും. ഷോ, അങ്ങനായിരുന്നു മോനെ എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം അവനെന്നെ അടിപൊളി നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്താണ് നീ എന്നെ സൂക്ഷിച്ച് നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനില്ലേ മാഡം, എൻ്റെ കൈയൊന്നമർത്തി. എവിടെ? ലൈറ്റ് ഹൗസിൽ തന്നെ. പെട്ടെന്ന് അവൻ റെസ്പോണ്ട് ചെയ്തു. ചേച്ചിക്ക് സമ്മതമാണോ, ഇഷ്ടമാണെന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല, തല കുനിച്ച് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവൻ എന്നെ ലൈറ്റ് ഹൗസിലേക്ക് നടത്തി. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ വഴികാട്ടിയായി മിന്നിത്തിളങ്ങുന്ന ചുവന്ന ദീപസ്തംഭം അന്ന് ഞാൻ കണ്ടു. പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, വാതിലിന് പോയി കുറ്റിയിട്ടത് ഞാൻ തന്നെയാണ്. അമ്മായിമ്മ പുറത്തു പോയിരിക്കുകയാണ്. എല്ലാം കൊണ്ടും ശുഭവേള. അന്ന് ലൈറ്റ് ഹൗസിലെ ദീപസ്തംഭം വേഗത്തിൽ തിരിഞ്ഞു. എല്ലാ വശത്തും ദീപസ്തംഭം വെളിച്ചം കാട്ടി. ആ വെളിച്ചത്തിൽ ഞാൻ ആർത്തുല്ലസിക്കുകയായിരുന്നു. ആടി നനഞ്ഞ് തുള്ളിപ്പെയ്യുന്ന പെരുമഴ പോലെ അന്ന് എനിക്ക് കിട്ടി സ്വർഗവാതിൽ തുറക്കുന്ന സുന്ദര നിമിഷങ്ങൾ. അങ്ങനെ 10-12 വട്ടം ഞാൻ ലൈറ്റ് ഹൗസിൽ പോയി. അത് കഴിഞ്ഞ ശേഷം ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അവൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് സ്നേഹം പ്രകടിപ്പിച്ചെന്ന്. അവൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഇന്നുച്ചയ്ക്ക് അവൻ അതിർത്തി താണ്ടി ചേട്ടാന്ന്. സാരമില്ല എന്ന് പറഞ്ഞ്
പുള്ളി അന്ന് രാത്രി എന്നോട് വളരെ നല്ല സ്നേഹത്തിലാണ് പെരുമാറിയത്. ഇന്ന് എനിക്ക് പ്രതീക്ഷകളുടെ ഒരു കൂമ്പാരമില്ലെന്ന് ചേട്ടൻ പറഞ്ഞു. അതെന്താണെന്ന് വെച്ചപ്പോൾ, നിനക്ക് ഇവിടുന്ന് തന്നെ എല്ലാ കാര്യങ്ങളിലും ഉൾക്കൊള്ളാൻ പറ്റിയ ഒരാളെ കിട്ടിയല്ലോ, നീ സന്തോഷവതി ആയതുകൊണ്ട് എനിക്ക് സന്തോഷം തന്നെയെന്ന് പറഞ്ഞു. അന്നു മുതൽ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ നന്നാവുകയാണ് ചെയ്തത്, അല്ലാതെ ഞങ്ങൾ അകന്നു പോയില്ല. അനിയൻ ഇപ്പോൾ എൻ്റെ ചൊൽപ്പടിയിലാണ്. അമ്മായിയമ്മയ്ക്കും ഏകദേശം മനസ്സിലായി. പുള്ളിക്കാരി കണ്ണടയ്ക്കുകയാണ്. പക്ഷേ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, എടി അവനെക്കൊണ്ട് നീ പറഞ്ഞ് ഒരു കല്യാണത്തിനൊക്കെ സമ്മതിപ്പിക്കണം. ഈ അടുത്ത കാലത്തൊരു പെണ്ണെ കാണാൻ പോയില്ലേ, ആ വീട്ടുകാർക്ക് ഇഷ്ടമാണ്. പക്ഷേ ആ പെണ്ണിന് സൗന്ദര്യം പോരാന്നാണ് ഇവൻ പറയുന്നത്. ഇവൻ്റെ സ്ഥിതിക്ക് സൗന്ദര്യം കൂടുതലുള്ള പെണ്ണുങ്ങളൊന്നും കിട്ടില്ല, നിന്നെ കിട്ടി തന്നെ മഹാഭാഗ്യം എന്നൊക്കെ പുള്ളി പറഞ്ഞു. അങ്ങനെ അവൻ്റെ കല്യാണം ഞാൻ പെട്ടെന്ന് നടത്തിപ്പിക്കണമെന്നൊക്കെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവിൻ്റെ അനിയനെക്കൊണ്ട് ഒരിക്കലും കല്യാണം ഞാൻ കഴിപ്പിക്കില്ല. അവനെ ഈ വീട്ടിൽ എൻ്റെ കൂടെ തന്നെ നിർത്താനാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ ഭർത്താവിനോട് പറഞ്ഞില്ല. ഞാൻ സ്വാർത്ഥയാകുവാണെന്ന് എനിക്കറിയാം. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റാരെങ്കിലും നീ കല്യാണം കഴിക്കുമോയെന്ന്. ഇല്ല ചേച്ചി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ മറ്റൊരു കല്യാണം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല, സഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ മനസ്ഥിതി ശരിയല്ലെന്നും അറിയാം. എങ്ങനെയാണ് മാഡം അവനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നല്ലൊരു വഴിക്ക് അവനെ നടത്താൻ പറ്റുക? എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഭർത്താവ് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അവനും ഞാനും കൂടി അഗാധമായ ബന്ധത്തിലായിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങളുടെ ഈ പ്രവൃത്തി ന്യായീകരിക്കാൻ പറ്റില്ല. കാര്യം അവൻ ഒരു നല്ല പ്രവൃത്തിയല്ല ആദ്യം ചെയ്തത്. ആ സമയത്ത് നിങ്ങൾക്കത് ഇഷ്ടമല്ലായിരുന്നു. ഇത്തിരി കഴിഞ്ഞ് അമ്മായിമ്മയുടെ വർണ്ണന കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ടമാകുകയും ചെയ്തു. ഇങ്ങനെയുള്ള കഥകളാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സംഭവങ്ങളാണ്. കാര്യം ആരെങ്കിലും പറഞ്ഞത് കേട്ടോ കണ്ടോ മോഹിക്കുക. മോഹം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കാനും പറ്റില്ല, എടുത്തങ്ങ് ചാടുകയാണ്. എന്തായാലും ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും താല്പര്യമാണ്. അതാണ് വിചിത്രമായ കാര്യം. അമ്മായിമ്മയ്ക്കും കുഴപ്പമില്ല, ഭർത്താവിനും കുഴപ്പമില്ല, അനിയനും കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്നുള്ളൊരു ഫാമിലിയാണ്. അമ്മായിമ്മയും എല്ലാം കണ്ടും കേട്ട് സഹിക്കുന്നവളാണ്. നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ ബലഹീനനാണ്, നിങ്ങളാണെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണ്, പിന്നെ അനിയനാണെങ്കിൽ തേടി നടക്കുന്നവനുമാണ്. എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും ആഹാ തകതിമിത്തവും എന്നുള്ള രീതിയിൽ പോകുന്നൊരു വീടാണത്. ഒന്നുകിൽ ആ വീട്ടിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കും. ഇപ്പോൾ ഭർത്താവിനോട് പറയാൻ അങ്ങ് തുറന്ന് ഇതൊന്നും പറ്റില്ല, അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നില്ല, എനിക്ക് 2 ഭർത്താക്കന്മാർ വേണം, ഇടവും വലവും നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ അനിയൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു വിട്ടത്. അങ്ങനെയാണെങ്കിൽ അനിയനെ നിങ്ങളും കൂടെ നിന്നോട്ടെ, പുറത്ത് നിങ്ങളെൻ്റെ ഭർത്താവ്, അനിയൻ ഇവിടെയും ജീവിച്ചോളൂ, അവൻ കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ എന്താ, ഒരു കുഴപ്പമില്ല. ആരും അറിയാതെ ഇതൊക്കെ തട്ടി മുട്ടി മുന്നോട്ട് പോകാമെന്നങ്ങ് പറയാം. ഒരു പക്ഷേ ഭർത്താവ് ഓർത്തത് നിങ്ങൾക്ക് താൽക്കാലികമായ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെ അനിയനെ കൊണ്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് കല്യാണമൊക്കെ കഴിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് പറ്റില്ലെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയുക. അപ്പോൾ ഭർത്താവിനോട് തുറന്ന് പറയാൻ പറ്റിയ സിറ്റുവേഷൻസ് ആണല്ലോ. അപ്പോൾ നോക്കുക, അങ്ങനെ പറ്റുമെങ്കിൽ അലകുലത്തായിട്ട് ജീവിക്കുക. അതല്ല നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവസാനിപ്പിച്ച് ഭർത്താവ് ഓക്കെ ഉള്ളത് മതി, തൃപ്തിപ്പെട്ട് ജീവിക്കുക. അനിയനെ ഉപദേശിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുക, അവനൊരു നല്ല കല്യാണം തരപ്പെടുത്തി കൊടുക്കുക, നല്ലൊരു കുടുംബം ഉണ്ടാക്കി കൊടുക്കുക. അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാനുള്ള മനസ്ഥിതി വരുന്നില്ല, എനിക്ക് സ്വയം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോയിട്ട് നല്ല മനസ്സുണ്ടാക്കിയെടുക്കുക, നല്ല കുടുംബജീവിതത്തിലേക്ക് പോവുക. അല്ലെങ്കിൽ അലകുലത്തുകളിൽ ജീവിക്കുക. ആർക്കാണ് കുഴപ്പം? എന്ത് വന്നാലും അനുഭവിക്കുക, അത്രയേ ഉള്ളൂ.